വാർത്തകൾ തുടരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. പോലീസിന് നേരെ ബോംബെറിഞ്ഞ കേസിൽ ഇപ്പോൾ CPIM നേതാവിന് ഇപ്പോൾ പരോൾ നീട്ടി നൽകിയിരിക്കുകയാണ്. VK നിഷാദിന്റെ പരോളാണ് ഈ മാസം 11 വരെ നീട്ടി നൽകിയിരിക്കുന്നത്. കേസിൽ 20 വർഷം തടവിനാണ് കോടതി VK നിഷാദിനെ ശിക്ഷിച്ചിരുന്നത്. ജയിലിലായി 1 മാസത്തിനകം തന്നെ പ്രതിയായ നിഷാദിന് പരോള് ലഭിച്ചിരുന്നു. ഇപ്പോൾ ഈ പരോളാണ് നീട്ടി നൽകിയിരിക്കുന്നത്. കേസിൽ ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിട്ടുണ്ട്. ഈ മാസം 9-ന് ഈ അപ്പീൽ കോടതി പരിഗണിക്കും. എന്തായാലും ഈ ഒരു പോലീസിന് നേരെ ബോംബെറിഞ്ഞ കേസിൽ പ്രതിയായ CPIM നേതാവിന്റെ പരോൾ കാലാവധി നീട്ടി നൽകിയിരിക്കുകയാണ്. VK നിഷാദിന്റെ പരോളാണ് ഈ മാസം 11 വരെ നീട്ടി നൽകിയിരിക്കുന്നത്. കേസിൽ 20 വർഷം തടവിനാണ് കോടതി നിഷാദിനെ ശിക്ഷിച്ചിരിക്കുന്നത്. ജയിലിലായി 1 മാസം തികയുന്നതിന് മുമ്പ് തന്നെ പ്രതിയായ നിഷാദിന് പരോള് ലഭിച്ചിരുന്നു. കേസിൽ ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നിഷാദ് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഈ മാസം 9-ന് ഈ അപ്പീൽ കോടതി പരിഗണിക്കും. പോലീസിനെ ബോംബെറിഞ്ഞ് വധിക്കാൻ ശ്രമിച്ച കേസിൽ ശിക്ഷിക്കപ്പെട്ട CPIM നേതാവായ VK നിഷാദിന് പരോള് നീട്ടി നൽകിയിരിക്കുകയാണ്. നവംബർ 25-ാം തീയതിയാണ് വിവിധ വകുപ്പുകളിലായി 20 വർഷം കഠിന തടവിന് VK നിഷാദിനെ കോടതി ശിക്ഷിച്ചത്. അതിനുശേഷം 1 മാസം തികയുന്നതിന് മുമ്പാണ് ഈ VK നിഷാദിന് പരോള് ലഭിച്ചത്. കേസിൽ ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നിഷാദ് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിട്ടുണ്ട്. ഈ മാസം 9-ന് ഈ അപ്പീൽ ഹൈക്കോടതി പരിഗണിക്കും. ഇപ്പോൾ എന്തായാലും ഈ മാസം 11 വരെയാണ് നിഷാദിന്റെ പരോൾ കാലാവധി നീട്ടിയിരിക്കുന്നത്. 20 വർഷ തടവിനാണ് കോടതി നിഷാദിനെ ശിക്ഷിച്ചിരിക്കുന്നത്. ജയിലിലായി 1 മാസത്തിന് തികയുന്നതിന് മുമ്പ് തന്നെ നിഷാദിന് പരോൾ ലഭിച്ചിരുന്നു. ഈ പരോൾ കാലാവധിയാണ് ഇപ്പോൾ ഈ മാസം 11 വരെ നീട്ടി നൽകിയിരിക്കുന്നത്.